മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച തലമുറ സംഗമത്തിൽ യുവ പ്രതിഭകളെ ആദരിക്കുകയുണ്ടായി. നമ്മുടെ ഈ യുവ MLA വളരെ ചുണക്കുട്ടിയും ഊർജ്ജസ്വലയുമായ യുവ MLA ഫാത്തിമ തെഹ്ലിയ, ഒപ്പം സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പെൺകുട്ടി ചുണക്കുട്ടി, ഇവരെ പ്രത്യേകിച്ച് മെക്ക ആദരിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്. മെക്കയുടെ ഈ പരിപാടിയിലേക്ക് മെക്ക തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം അറിയിക്കുന്നു. ഇനി ഞാൻ ദീർഘിപ്പിച്ചൊന്നും സംസാരിക്കുന്നില്ല. 37 വർഷമായിട്ട് 38ാം വയസ്സിലേക്ക് നടന്നു നീങ്ങുകയല്ല, അല്പം ആവേശത്തോടെ അതിൻ്റെ പാതയിലേക്ക് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. എന്തിനു വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്നു, നമ്മുടെ ലക്ഷ്യമെന്താണ് എന്നുള്ളത് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ടല്ലോ. പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇപ്പം ഒക്കെ പറയുന്നത്. ഈ 37 വർഷമായിട്ട് നമ്മൾ പറയുന്നത് പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയമാണ്. പ്രാതിനിധ്യമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയം നമുക്ക് പറയേണ്ട കാര്യങ്ങളില്ല. അത് ലഭിക്കാത്തത് കൊണ്ട് പ്രാതിനിധ്യം നമുക്ക് അവകാശമാണ്, ഭരണഘടനാപരമായ അവകാശമാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ തീർച്ചയായും പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയം പറയാൻ മുന്നോട്ടിറങ്ങിയത്. നമ്മൾ 2-3 ടാഗ് ലൈൻസ് ഉപയോഗിച്ചു. കേരളത്തിലെ പൊതുസമൂഹത്തോട്, ഏതെങ്കിലും സമുദായത്തോടല്ല, പൊതുസമൂഹത്തോട് നമ്മൾ പറഞ്ഞു. ഒരു ടാഗ് ലൈനാണ് കണക്ട് ടു റെപ്രസെൻറ്റേഷൻ. നമുക്ക് പ്രാതിനിധ്യവുമായി ഭരണഘടനയുമായിട്ടുള്ള ബന്ധത്തെ എങ്ങനെ കണക്ട് ചെയ്യണം എന്നതിനെക്കുറിച്ച് ആണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം നമ്മൾ സംവരണം എന്ന വാക്ക് ഉപയോഗിക്കാറില്ല, നമ്മൾ പ്രാതിനിധ്യമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ മെക്കയുടെ ഈ മുന്നോട്ടുള്ള ഗമനത്തിൽ അതിൻ്റെ ഒരു പുതുതലമുറയ്ക്ക് അതിൻ്റെ ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതുപോലെയുള്ള നമ്മുടെ തലമുറ സംഗമം കൊണ്ട് ഇവിടെ ലക്ഷ്യമിട്ടത്. അത് നമുക്ക് അല്ലെങ്കിൽ അത് ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇപ്പോൾ അത് വരുന്നില്ല എങ്കിലും ബഹുമാനപ്പെട്ട നമ്മുടെ MLA ഇവിടെ ഉണ്ട്. എന്താണ് മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യത്തിലെ കുറവ് എന്ന് തീർച്ചയായും മനസ്സിലാക്കിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള നമ്മുടെ സമരത്തെ അല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തെ അത് അസംബ്ലിയിൽ നിയമനിർമ്മാണത്തിൽ അത് ഉയർത്തുവാൻ, ആ ശബ്ദം ഈ സമുദായത്തിന് പറയുമ്പോൾ നമ്മുടെ അവകാശപ്പെട്ട കാര്യം, നമ്മൾ വർഗീയതയല്ല പറയുന്നത്, നമ്മുടെ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അത് നിയമനിർമ്മാണത്തിൽ അസംബ്ലിയിൽ അത് ഉന്നയിച്ചുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ നമുക്കിവിടെ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട നസീർ സാർ അത് പറയും. എങ്കിലും ഇപ്പോഴേ ഈ മിനിസ്ട്രി വന്നതിന് ശേഷം 2 നിവേദനങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 2 നിവേദനങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് NCA നിയമനത്തിലെ അപാകത പരിഹരിക്കണമെന്നാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട നസീർ സാർ പലതവണ കഴിഞ്ഞ സർക്കാരിനോട് ഇത് ആവശ്യപ്പെട്ടതാണ്. അത് പരിഹരിക്കുക. കാരണം നമ്മൾ ഈ KS ആൻഡ് SSRൽ ഇതനുസരിച്ച് പിന്നോക്ക നിയമനത്തിൽ നോട്ട് ലെസ് ദാൻ 2 ടൈംസ് എന്ന ഒരു വാക്കുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് ഈ 16
റീനോട്ടിഫിക്കേഷൻ വരെ നടത്തുന്ന ഒരു വളരെ മോശമായ, നമ്മളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ്. അത് റദ്ദ് ചെയ്യണം എന്നാണ് ഇപ്പം ഞങ്ങൾ അത് പറഞ്ഞിരിക്കുന്നത്. ഈ നോട്ട് ലെസ് ദാൻ എന്നുള്ളത്, അത് നോട്ട് ലെസ് ദാൻ മാറ്റിക്കഴിഞ്ഞാൽ 2 ടൈംസ് എന്നുള്ളത് അത് ഇതിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു നിയമം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അപ്പോൾ അത് അസംബ്ലിയിൽ അത് ഉന്നയിക്കണം എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA നമ്മൾ പറയുകയാണ്. പിന്നെ ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഭിന്നശേഷി സംവരണത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നും അവർക്ക് അർഹതപ്പെട്ട 20% നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. 2 ടേൺസ്, പിന്നെ 26ഉം 56. അത് മുസ്ലിംസിൻ്റെ ടേണാണ് അതിൻ്റെ ഇതനുസരിച്ച്. അത് ചേർത്തുകൊണ്ടാണ് 4% സംവരണം ഭിന്നശേഷി സംവരണത്തിൽ അവർ നിയമം ഇതാക്കി വെച്ചിരിക്കുന്നത്. അത് ഫലത്തിൽ വന്നില്ലെങ്കിൽ പോലും അത് മാറ്റിക്കൊണ്ട് അതും പരിഹരിക്കണം എന്നുള്ള 2 നിവേദനങ്ങളാണ് നമ്മൾ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർക്ക് നൽകിയിരിക്കുന്നത്. അതുകൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. MLA ഇവിടെ പോകേണ്ടതായിട്ടുള്ള സമയം കൂടിയാണ്. മാത്രമല്ല ഇവിടെ നമ്മൾ കേൾക്കേണ്ട പ്രസംഗം പിന്നെ നസീർ സാറിൻ്റെ പ്രസംഗമാണ്. തീർച്ചയായിട്ടും ആ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. ഞാൻ എൻ്റെ ഈ പ്രവേശനം ചിതറിപ്പോയ ബഹുമാനാദരവുകൾ നിറഞ്ഞ നമ്മുടെ ഇന്നത്തെ തലമുറ സംഗമം അധ്യക്ഷത വഹിക്കുന്ന മെക്ക ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഡോക്ടർ A. നിസാറുദ്ദീൻ, അതുപോലെ വേദിയിലുള്ള നമ്മുടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുൻ ഡയറക്ടർ കൂടിയായിട്ടുള്ള നിങ്ങളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ P. നസീർ സർ, ബഹുമാന്യനായിട്ടുള്ള MA ലത്തീഫ് സാഹിബ്, പ്രിയപ്പെട്ട ഫൈറൂസ് M. ഫാത്തിമ, അതുപോലെ മെക്കയുടെ ദേശീയ കമ്മിറ്റി സെക്രട്ടറി പ്രൊഫസർ അബ്ദുൽ റഷീദ്, മുഹമ്മദ് ആരിഫ് ഖാൻ, ഡോക്ടർ V. നൌഷാദ്, ജനറൽ സെക്രട്ടറി ഡോക്ടർ ഷംസീർ PC തുടങ്ങിയിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അവിചാരിതമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ ഈ പരിപാടിയിൽ ഞാനും ഭാഗവാക്കാവുന്നത്. ഇന്നലെ സഭ പിരിഞ്ഞതിന് ശേഷം ഇന്ന് ചില അത്യാവശ്യ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്തത്. അപ്പം അതിനിടയിലാണ് പ്രിയപ്പെട്ട ഷംസീർ എന്നോട് ഇന്നൊരു പരിപാടിക്ക് വരുമോ എന്ന് ആവശ്യപ്പെട്ടത്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ഒത്തുകൂടുന്നത്. വലിയ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മേഖലയിൽ ക്രിയാത്മകമായിട്ട് ഇടപെടുന്ന ഒരു സംഘം എന്നുള്ള അർത്ഥത്തിൽ ആദ്യം തന്നെ നിങ്ങളെല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യാൻ കൂടി ആഗ്രഹിക്കുകയാണ്. അർത്ഥവത്തായിട്ടുള്ള വാക്കുകളിലുള്ള പ്രസംഗങ്ങൾ ഇവിടെ കഴിഞ്ഞു. പക്ഷെ എന്നാലും നിങ്ങളുടെ മുന്നിൽ ഞാൻ പോലും എണീറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളുടെ, നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങളുടെ, പ്രാർത്ഥനകളുടെ ഫലമായിട്ടാണ് കേരളത്തിൽ ഒരു സംഘടനയുടെ ഭാഗത്തു നിന്ന്, ഒരു രാഷ്ട്രീയ സംഘടനയിലൂടെ ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ പോലും ഇരിക്കുന്നത് എന്നാണ് കരുതുന്നത്. റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു വിഷയമല്ല. അത് എനിക്ക് തോന്നുന്നു കാലങ്ങളായിട്ടുള്ള പല വിഭാഗങ്ങളുടെ ഇടയിലും ലോകോത്തരമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് എത്രമാത്രം പൂർണ്ണതയിലെത്തി എന്ന് ചോദിച്ചാൽ അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും കാര്യമായിട്ടുള്ള ചിന്തകളും നടക്കുന്നു.
അതിനനുസൃതമായിട്ടുള്ള ചെറിയ തോതിലെങ്കിലുമുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് ഒരു വിഭാഗത്തിൻ്റെ ആവശ്യമാണ്. അങ്ങനെ ആവശ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് മറ്റെന്തോ തരത്തിലുള്ള വർഗീയതയാണ് എന്നുള്ള രൂപകൽപ്പന ചെയ്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പല ആവശ്യങ്ങൾ പോലും നമ്മളിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട്. വർഗബോധം, വർഗീയത, ഇത് രണ്ടും രണ്ടാണ് എന്നുള്ള ഒരു രൂപത്തിലേക്ക് പലപ്പോഴും സമൂഹത്തിൽ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക് കാണാനോ അതിനനുസരിച്ചിട്ടുള്ള ഇടപെടൽ നടത്താനോ സാധിക്കാറില്ല. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഒരു സംഘടന പോലും രൂപീകരിക്കേണ്ടി വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് ജില്ലയിൽ ഒരു ചെറിയൊരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. ഡോക്ടർ BR അംബേദ്കറിനെ അനുസ്മരിക്കുന്ന ഒരു പരിപാടിയിൽ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളും അതിലെത്രമാത്രം ദളിത് കമ്മ്യൂണിറ്റിക്ക് പ്രാതിനിധ്യം കിട്ടുന്നു എന്നുള്ള രൂപത്തിലുള്ള ചർച്ചയൊക്കെ നടക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചർച്ച നടത്തിക്കൊണ്ട് ആ വിഷയത്തിൽ സമരോത്സുകമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജനറലി ആയിട്ടുള്ള പൊതു എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് എത്രമാത്രം ഇവർക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു സെൽഫായിട്ടുള്ളൊരു ചോദ്യം അവരിൽ നിന്ന് തന്നെ ഉയർന്നു. അതായത് നമ്മൾ സമരം ചെയ്യുന്നു, ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് ക്ലെയിം ഉയർത്തുന്നു. പക്ഷെ അതൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ ജനറലി പറയപ്പെടുന്ന അല്ലെങ്കിൽ ജനറലി ഇടപെടേണ്ട പല മേഖലയിൽ നിന്നും തങ്ങൾ തമസ്കരിച്ചു പോകുന്നുണ്ടോ എന്നുള്ള സംശയം യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു സദസ്സിലുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡൻറ്റിറ്റി പേര് ജീവിക്കുന്നവരാണ് നമ്മൾ. എല്ലാ തരത്തിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയം മുതൽ ഇങ്ങോട്ട് ആ ഐഡൻറ്റിറ്റി മുറുകെ പിടിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ അത് തങ്ങളുടെ അവകാശമാണ് എന്നുള്ള രൂപത്തിൽ അന്നത്തെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലും അതിനുശേഷം ഇന്നേ വരെയുള്ള ദിവസങ്ങളിലും നമ്മളെ പോലെയുള്ള ആളുകളുടെ സാന്നിധ്യമുണ്ടായി. പക്ഷെ അപ്പോഴും ഒറ്റയും തെറ്റിയുമായിട്ടുള്ള സാന്നിധ്യങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എത്ര ആളുകളുണ്ട് അതിനാനുപാതികമായിട്ടുള്ള ഒരു സംവരണം എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ റെപ്രസെൻറ്റേഷനിലേക്ക് പലപ്പോഴും നമ്മൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതെല്ലാ മേഖലയിലാണെങ്കിലും ആ രൂപത്തിൽ തീർത്തും റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് സംസാരിക്കുകയും ആ രൂപത്തിലുള്ള കൃത്യമായിട്ടുള്ള അവകാശം നേടിയെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രഷർ ഗ്രൂപ്പുകളിലൂടെ, പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പുകളുടെ അനിവാര്യത സൂചിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മെക്ക എന്നുള്ള പേരിൽ മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ എന്ന് നിങ്ങൾ മെക്ക എന്ന് വിളിക്കുന്ന ഈ സംഘടനയിലൂടെ ഇത്രയും കാലം നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള, നിങ്ങൾ ചലിപ്പിച്ചിട്ടുള്ള, നിങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെയൊക്കെ ഹൃദയപൂർവ്വം സ്മരിക്കുന്നു, ഓർക്കുന്നു, നിങ്ങളെല്ലാവരും അഭിവാദ്യം ചെയ്യുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സഭയുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തും എന്നുള്ളത് അറിയിക്കുന്നു. ഒപ്പം ഇവിടെ ഒരു സുഹൃത്ത് കൂടി ഇരിക്കുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ സിവിൽ സർവീസ് എക്സാമിൽ വളരെ മികച്ച ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഫൈറൂസ് എം ഫാത്തിമ, അവരെ ഈ ഒരു സമയത്ത് അഭിനന്ദനം അറിയിക്കുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ഇനിയും നമ്മൾക്ക് പൊതുമേഖലയിലേക്ക് പൊതുസേവനം നടത്താൻ വേണ്ടി കടന്നു വരട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലും നമ്മുടെ സർക്കാർ വന്ന സമയത്തൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം ബഹുമാനീയനായിട്ടുള്ള നസീർ സർ സൂചിപ്പിക്കുകയായിരുന്നു, പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മൈനോറിറ്റി കോച്ചിങ് സെൻ്റർ ഉണ്ട്. അതുപോലെയുള്ള സംവിധാനങ്ങൾ പലപ്പോഴായി പല ഘട്ടത്തിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോഴും ഒന്നുകൂടെ സജീവമാക്കിക്കൊണ്ട് എന്താണോ അതിൻ്റെ
അൾട്ടിമേറ്റ് മിഷൻ, ആ മിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഒരുപാട് മേഖല ഇനിയും നമ്മൾ തൊട്ടറിഞ്ഞുകൊണ്ട് നമ്മളുടെ സാന്നിധ്യം അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മളുടെ റെപ്രസെൻറ്റേഷൻ പരമാവധി രേഖപ്പെടുത്താനും രൂപപ്പെടുത്താനും അതിലൂടെ വരും തലമുറയ്ക്ക് കൂടി ഉചിതമായിട്ടുള്ള രൂപത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടന ക്രമം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. അടുത്തതായി ബഹുമാന്യനായ അധ്യക്ഷൻ പ്രൊഫസർ ഡോക്ടർ നിസാറുദ്ദീൻ സാർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വളരെ അർത്ഥഗർഭമായി സംസാരിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ, സംസ്ഥാന പ്രസിഡന്റ് ഇൻചാർജ് ബഹുമാനായ ലത്തീഫ് സാഹിബ്, അസ്സലാമു അലൈക്കും. ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഈ വേദിയിൽ കൂടിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇന്ന് നമുക്ക് വിശിഷ്ടാതിഥിയായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ കിട്ടിയിട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ പുതിയ സൂര്യോദയമായി മാറിയ പ്രിയപ്പെട്ട ഫാത്തിമ തഹ്ലിയെ ഇവിടെ കിട്ടിയിരിക്കുന്നു എന്നത് നമുക്കേറെ സന്തോഷമുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ സംഘടന പ്രതിനിധാനം ചെയ്യുന്ന തീം എന്താണ് എന്ന് അതിഗംഭീരമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട MLAയുമായി അവസാനം പങ്കെടുത്ത ഒരു പൊതുപരിപാടി എന്നത് അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് MLA ഉൾപ്പെടെയുള്ള ഒരു 5 അംഗ സംഘം സംഘടിപ്പിച്ച ഒരു യൂത്ത് മാനിഫെസ്റ്റോ എന്ന കോഴിക്കോട് വെച്ച് നടത്തിയ വളരെ അക്കാദമികമായ ഒരു പരിപാടിയാണ്. അതിന് വലിയൊരു റിസൾട്ടും പോളിസി പേപ്പേഴ്സും ഒക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒരു സെഷൻ അവതരിപ്പിക്കാൻ ഈ എളിയവന് കഴിഞ്ഞിട്ടുണ്ട്. മെക്ക എന്നത് ശരിക്കും കഴിഞ്ഞ 38 വർഷങ്ങളായി കേരളീയ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ചും രാജ്യത്ത് പൊതുവെയും പിന്നാക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഒരു അക്കാദമിക സമൂഹമാണത്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയിലെ 15(4), 16(4) എന്ന ആ ആർട്ടിക്കിളിനെ അടിസ്ഥാനമാക്കി വിദ്യാഭ്യാസ ഉദ്യോഗ രംഗത്തുള്ള പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഹൊറിസോണ്ടലി റിസർവേഷൻ എന്ന പൊതു ധാരണയ്ക്കപ്പുറം വെർട്ടിക്കലി അവൈലബിൾ ആക്കാൻ പറ്റുന്നത് എങ്ങനെ എന്നതാണ്. ഒരുപക്ഷെ പ്രിയപ്പെട്ട MLAക്ക് പോലും ഒരു ഹൊറിസോണ്ടൽ റിസർവേഷൻ്റെ ആനുകൂല്യം കിട്ടി അങ്ങനെ വരുന്ന, അതായത് സ്ത്രീപക്ഷത്തു നിന്നുമുള്ള ആൾക്കാർ കൂടുതൽ വരേണ്ടതായിട്ടുണ്ട്, പൊതുധാരയിൽ നിന്നും എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടേണ്ടതായിട്ടുണ്ട് എന്നതാണെങ്കിൽ അതല്ല, ആർട്ടിക്കിൾ 15(4)ൻ്റെയും 16(4)ൻ്റെയും ആനുകൂല്യം എന്ന നിലയിൽ അത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിന് എവിടെയാണോ പ്രാതിനിധ്യക്കുറവുള്ളത് അത് പരിഹരിക്കണം, അത് ഭരണഘടനാപരമായ അവകാശമാണ് എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ നിയമനിർമ്മാണ സഭകൾക്കും കിട്ടിയിരിക്കുന്ന അധികാരം അത് ഭരണഘടനാപരമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു മണ്ഡൽ കമ്മീഷൻ വന്നതും. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ 70%-ലധികം വരുന്ന പിന്നാക്ക വിഭാഗത്തിന് കേന്ദ്ര സർവീസിൽ പ്രാതിനിധ്യം കിട്ടാൻ 1992 വരെ കാത്തിരിക്കേണ്ടി വന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. അവിടെയാണ് ശരിക്കും മണ്ഡൽ കമ്മീഷൻ നടപ്പിലായത്. അന്നു മുതലാണ് കേന്ദ്ര സർവീസിൽ പിന്നാക്ക വിഭാഗത്തിന് 27% സംവരണം കിട്ടിത്തുടങ്ങിയത്. അതുപോലെ തന്നെയാണ് ഈ ആർട്ടിക്കിളിൻ്റെ ആനുകൂല്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ KSNSSR രൂപപ്പെടുത്തുകയും അവിടെ 40% പിന്നാക്കക്കാർക്കും 10% SC/ST വിഭാഗത്തിനുമായി ഉദ്യോഗ സംവരണം മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ഈ 3.5 പതിറ്റാണ്ട് കാലം മെക്ക എന്ന ഈ സംഘടന കേന്ദ്ര ഗവൺമെൻറ്റുകൾക്ക് മുന്നിലും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് മുമ്പിലും ഈ വിഷയം ഗഹനമായി പഠിക്കുകയും
അത് കൃത്യമായി അവതരിപ്പിക്കുകയും ഈ സംഘടനയുടെ പേരിൽ തന്നെ രാഷ്ട്രീയ ഭേദമന്യേ വ്യത്യസ്ത ഗവൺമെൻറ്റുകൾ ചില ഉത്തരവുകൾ തരികയും ചെയ്തിട്ടുണ്ട്. ആ ഉത്തരവുകളൊക്കെയും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല, രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന പിന്നാക്ക വിഭാഗത്തിൻ്റെ അവകാശം, ഭരണഘടനാപരമായ അവകാശം എന്ന നിലയിൽ വിദ്യാഭ്യാസ രംഗത്തും ഉദ്യോഗ രംഗത്തുമൊക്കെ കിട്ടിയ ചില ആനുകൂല്യങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ അവകാശമാണ് എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കാലാകാലങ്ങളിൽ വരുന്ന അശാസ്ത്രീയമായ അല്ലെങ്കിൽ ഒട്ടും പക്വമായി കാര്യങ്ങൾ അപഗ്രഥിക്കാതെ ഭരണകൂടങ്ങൾ ഇറക്കുന്ന ചില ഉത്തരവുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു ചെറു സംഘം കൂടിയാണ് ഇത് എന്നതാണ് പ്രത്യേകത. പ്രത്യേകിച്ചും 2023 നമ്മുടെ സംസ്ഥാനത്തെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭിന്നശേഷി സംവരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 4% ഉയർത്തിയപ്പോൾ ആ 4% ഭിന്നശേഷി സംവരണം കൊടുക്കുവാൻ കണ്ടെത്തിയത് നമ്മുടെ KSNSSRലെ 100ൻ്റെ നിയമന റോസ്റ്ററിൽ 26ഉം 76ഉം പിന്നാക്ക വിഭാഗം എന്ന നിലയിൽ മുസ്ലിം വിഭാഗത്തിന്, മുസ്ലിം ഉദ്യോഗാർത്ഥികൾക്ക് നീക്കി വെച്ചിട്ടുള്ള 2 ടേണുകൾ കൂടി എടുത്തുകൊണ്ടായിരുന്നു ആ ഉത്തരവിറക്കിയത്. അതുകൊണ്ട് സംഭവിക്കുന്നത് കാലാകാലങ്ങളായി, അല്ലെങ്കിൽ കൃത്യമായി 1970കൾ മുതൽ കേരളത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾ എന്ന നിലയിൽ മുസ്ലിം വിഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ആ 2 ടേണുകൾ നഷ്ടപ്പെടുന്നതോടെ യഥാർത്ഥത്തിൽ മുസ്ലിം ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപ്പെടുന്നത് 20% എന്നതാണ്. അഥവാ ഒരു വർഷം ഏകദേശം 30,000 മുതൽ 35,000 വരെ ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ സർവീസുകളിൽ നിയമിക്കുമ്പോൾ OBC എന്ന നിലയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഏകദേശം ഒരു 3,600ഓളം ജീവനക്കാരും, അതുപോലെ ഈഴവ വിഭാഗത്തിൽ നിന്നും 4,000ഓളം ജീവനക്കാരും നിർബന്ധമായും സർവീസിൽ വരാറുണ്ട്. SC/ST വിഭാഗത്തിൽ നിന്നും അതുപോലെ 3,000ഓളം പേരും സർവീസിൽ വരാറുണ്ട്. പക്ഷേ ഇത് നടപ്പിലാക്കിയാൽ ഈ പറഞ്ഞ 2023 സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയിട്ടുള്ള ഉത്തരവ് PSC നടപ്പിലാക്കിയാൽ മുസ്ലിം ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപ്പെടുന്നത് ഓരോ വർഷവും 700 തസ്തികകളാണ് എന്നതാണ്. നിങ്ങൾക്കറിയാം, ചില ബോഡികളും മറ്റുമൊക്കെ PSCക്ക് നിയമനം വിട്ടതിൻ്റെ പേരിലൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന 1-2 വേക്കൻസികളാണെങ്കിൽ 700 തസ്തികകൾ നഷ്ടപ്പെടുന്ന ആ ഭീകരമായ സംഭവത്തെക്കുറിച്ച് നമ്മൾ അറിയണം. നിർഭാഗ്യവശാൽ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള, ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള ഈ കമ്മ്യൂണിറ്റി പോലും ഇത് തിരിച്ചറിഞ്ഞില്ല എന്നിടത്താണ് മെക്ക പോലൊരു സംഘടനയുടെ പ്രസക്തിയും ഇടപെടലുകളും എന്നത് ഞാൻ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാന്യനായ റഷീദ് സാറും നിസാർ സാറും ഞങ്ങളുമൊക്കെ ഒരു 1-2 മാസം മുമ്പ് ഈ വിഷയം PSC ചെയർമാൻ്റെ മുന്നിൽ ഒരു 2.25 മണിക്കൂറോളം ഇരുന്ന് ചർച്ച ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തുവാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. ഇതിന് സമാനമായ ഒരുപാട് സംഭവങ്ങൾ പറയാൻ പറ്റും. അതിൽ പലതും നിങ്ങൾക്ക് അറിയാവുന്നതും പല വേദികളിലും നമ്മൾ ചർച്ച ചെയ്തതുമാണ്. പിന്നെ ഈ ഒരു വിഷയം പലകുറി നമ്മൾ ലേഖനങ്ങളായിട്ടുമൊക്കെ പൊതുമാധ്യമങ്ങളിൽ പറഞ്ഞതാണ്. പക്ഷെ ബഹുമാന്യ MLAയുടെ ശ്രദ്ധയിൽ ഇതുണ്ടാവാനായിട്ട് മാത്രം ഞാൻ ഒന്നുകൂടി ഇത് ആവർത്തിച്ചതാണ്. തീർച്ചയായും ഇത്തരം വിഷയങ്ങളിൽ MLAയുടെ കൂടെ ഉള്ളവർക്കുമൊക്കെ വളരെ ഗൗരവമായി ഇടപെടാൻ പറ്റും എന്ന വലിയൊരു പ്രതീക്ഷ കൂടി നമുക്ക് ബാക്കിയുണ്ട്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇനിയും ഇവിടെ പലർക്കും സംസാരിക്കാനുണ്ട്. ഒപ്പം നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിൽ കാര്യമായ പ്രകടനം നടത്തി 713ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രിയ സഹോദരിക്ക് ഇവിടെ ബഹുമാന്യയായ MLA ഒരു അനുമോദനം നൽകുകയാണ്. ഇനിയും അവർ സർവീസ് ഒന്നുകൂടി എഴുതാൻ പരിപാടി കാണും അല്ലേ, എഴുതുകയും ഇനി നമ്മൾ ഒന്നുകൂടി മെക്ക ആദരിക്കുമ്പോൾ അത് ഓൾ ഇന്ത്യ സർവീസിലെ തന്നെ IAS, IFS അല്ലെങ്കിൽ IPS ഒക്കെ കിട്ടുന്ന, IPS പ്രിഫർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും കിട്ടുന്ന ആ രൂപത്തിൽ വീണ്ടും റീഅപ്പിയർ ചെയ്യണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരുപക്ഷെ ഇത്തരമൊരു ചടങ്ങിന് വിളിക്കാൻ യോഗ്യതയുള്ളവരിൽ ഏറ്റവും ലാസ്റ്റ് ആൾ ഞാനായിരിക്കും. കാരണം ഇന്നലെ സാറ് പറയുന്നവരെ ഇങ്ങനൊരു സംഘടന നിലനിൽക്കുന്നെന്നോ അല്ലെങ്കിൽ അങ്ങനൊരു കാര്യം പോലും എനിക്ക് അറിയില്ലായിരുന്നു, ടു ബി ഓണസ്റ്റ്. ഞാൻ ഒരു 6-7 വർഷമായിട്ട് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചത് വിമൻസ് കോളേജിൽ. അതിനുശേഷം ഞാൻ പലതവണയായിട്ട് സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നുണ്ടായിരുന്നു. ഇതിന് മുൻപ് ഒരു തവണ, അതായത് ആദ്യത്തെ തവണ എഴുതിയപ്പോൾ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു, പ്രിലിംസും മെയിൻസും കടന്നിട്ട്. പക്ഷേ ഫൈനൽ ലിസ്റ്റിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. പിന്നെയും അതിൻ്റെ കൂടെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിനിടയ്ക്ക് ഞാൻ കല്യാണം കഴിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ഒരുപക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്തൊക്കെയും ഞാൻ വളരെ ഐസൊലേറ്റഡ് ആയിട്ട് നിന്നാണ് പ്രിപ്പയർ ചെയ്തത്. ഞാൻ പത്രം വായിക്കുന്നുണ്ട്, കാര്യങ്ങൾ അറിയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ സമീപിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒപ്പീനിയൻ ഫോർമേഷനും നടത്തിയിരുന്നു. അതിന് മുൻപ് സ്കൂൾ കോളേജ് സമയത്തൊക്കെ അത്യാവശ്യം വായിക്കുമായിരുന്നു, രാഷ്ട്രീയബോധം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടും പരീക്ഷയോടുള്ള അല്ലെങ്കിൽ കമ്മീഷനോടുള്ള ഒരു ട്രസ്റ്റ് നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി ഞാൻ പല പൊളിറ്റിക്കൽ വാർത്തകളിൽ നിന്നും അകലം പാലിച്ചിരുന്നു. പക്ഷേ പരീക്ഷ പാസ്സായതിനു ശേഷമാണ് ഇന്ത്യയിലുള്ള എസ്പെഷ്യലി പറയുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷൻ എത്രത്തോളം താഴ്ന്നിട്ടാണ് സിവിൽ സർവീസ് പോലൊരു പരീക്ഷയിൽ നിന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. ഒരു 15% അല്ലെങ്കിൽ അറൗണ്ട് 15% മുസ്ലിം പോപ്പുലേഷൻ ഉള്ളൊരു രാജ്യത്ത് വെറും 4-5% മുസ്ലിംസ് മാത്രമാണ് സിവിൽ സർവീസ് പരീക്ഷ ക്ലിയർ ചെയ്യുന്നത്. നമ്മൾ OBC റിസർവേഷൻ സാറ് പറഞ്ഞ മാതിരി ഹൊറിസോണ്ടലി ഉണ്ടെങ്കിലും അതിനകത്ത് ഓരോ കമ്മ്യൂണിറ്റിയുടെയും വെർട്ടിക്കൽ റിസർവേഷൻ വളരെ കുറവാണ്. ഇനി ഈ 4-5% പോലും ഒരു ടോപ്പ് 100 റാങ്കിൽ വരുന്ന, ഇപ്പോൾ എൻ്റെ റാങ്ക് 708 ഇപ്പോൾ ടോപ്പ് 100 റാങ്കിൽ വരുന്ന ആൾക്കാർ 2-3 പേര് മാത്രമാണ്. അപ്പോൾ ഒരു ഇത്രയും വലിയൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിൻ്റെ വൈവിധ്യത്തെ ആഘോഷിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പം എന്നെ റീസെൻ്റ്ലി ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് 50% മുസ്ലിം അല്ലെങ്കിൽ വിമൻ പോപ്പുലേഷൻ ഉള്ളൊരു സംസ്ഥാനത്തിൽ നിന്ന് ആദ്യമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു വനിതാ MLA തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സംസാരിച്ചാൽ മാത്രമേ ആ വോയിസസ് അവിടെ ഹേർഡ് ആവുള്ളൂ. വി ഹാവ് എ റീസൺ വൈ വി ഹാവ് 33% വിമൻ റിസർവേഷൻ. അതേപോലെ തന്നെ നമുക്ക് ഓരോ കമ്മ്യൂണിറ്റിയിൽ നിന്നും റെപ്രസെൻറ്റേഷൻ ഉണ്ടായാൽ മാത്രമേ പോളിസി മേക്കിങ്ങിലും അത് റിഫ്ലക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ നമുക്ക് വേണ്ട പോളിസീസും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിനായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് വേറൊരാളോട് ചെയ്തു തരാൻ പറയാൻ പറ്റില്ല. അതിന് നമുക്ക് NCBC ഉണ്ട്, NCST, NCSC ഒക്കെ ഉണ്ടെങ്കിലും പോളിസി മേക്കിങ്ങിലും ഡിസൈനിങ്ങിലും കൂടി അതായത് ഈ ഡെലിഗേറ്റഡ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സിവിൽ സർവൻറ്റ് ഫോറമിൽ കൂടി നമുക്ക് ഒത്തിരിയധികം റെപ്രസെൻറ്റേഷൻ വേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഇന്ന് ഇതുപോലൊരു സംഘടനയിൽ വിശിഷ്ടാതിഥിയായി ക്ഷണിക്കപ്പെടുമ്പം എനിക്ക് ഈ ഒരു അറിവല്ലാതെ മറ്റ് കാര്യങ്ങൾ, ഈ ഒരു എക്സ്ക്ലൂഷൻ ഡെഫിസിറ്റ് ഉണ്ട് എന്നുള്ളത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം, ഇൻക്ലൂഷൻ ഡെഫിസിറ്റ് ഉണ്ട് എന്നുള്ളത് വളരെ നന്നായിട്ട് അറിയാം. ഇതിനു വേണ്ടി ഇത്തരം സംഘടനകളുടെ പ്രവർത്തനവും അല്ലെങ്കിൽ അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റും വളരെ യൂസ്ഫുൾ ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടനകളൊക്കെ ശ്രമിക്കേണ്ടതെന്നും അറിയാം. ഇനി നാളെ ഒരു സിവിൽ സർവൻ്റ് ആയി ജോലിയിൽ പ്രവേശിക്കുമ്പോഴും കുറച്ചധികം റെപ്രസെൻറ്റേഷൻ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ, പോളിസി മേക്കിങ്ങിലും കാര്യങ്ങളിലും ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു രാജ്യം നാളെ ഉണ്ടാവുള്ളൂ എന്നും എനിക്കറിയാം. ബാക്കി കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. എൻ്റെ കൂടുതൽ എക്സ്പീരിയൻസും സിവിൽ സർവീസ് ജേണിയെക്കുറിച്ചാണ്. അതിൽ കുറേ കഷ്ടപ്പെട്ടതും അതൊക്കെയായിരുന്നു എൻ്റെ കഴിഞ്ഞ ഒരു 6-7 വർഷം. ഇനി ഞാൻ പ്രോബബ്ലി സർവീസിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഈ ഭരണഘടനാ മൂല്യങ്ങളും പിന്നെ എൻ്റെ ജേണി കൊണ്ട് ആർക്കെങ്കിലും ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ, എസ്പെഷ്യലി മുസ്ലിം വിമൻ ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ അതിലേക്കും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത്. ആൻഡ് കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേഷൻ പറയുമ്പം ഒരു മെജോറിറ്റി റൂൾ ചെയ്യുന്ന ഒരു കൺട്രിയിൽ മൈനോറിറ്റി ആയിട്ട് ജീവിക്കുന്നത് തന്നെ കുറച്ച് കഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റീനെ എംബ്രേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇത്തരം സംഘടനകൾ തരുന്ന ഒരു സപ്പോർട്ടും മൊറാലിറ്റിയും കൊണ്ട് മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഒരുപക്ഷെ പരീക്ഷ പാസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത് എൻ്റെ ഒരു റാങ്കിലോ എൻ്റെ ഒരു സർവീസിനോ അപ്പുറത്തേക്ക് ഒരു കമ്മ്യൂണിറ്റീനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ്റെ ഒരു വലിയൊരു ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിന് ഹെൽപ്പ് ചെയ്ത എല്ലാ ആൾക്കാരോടും നന്ദി പറയുന്നു. ആരും ഇവിടെ പ്രസൻറ്റ് അല്ലെങ്കിൽ പോലും കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേഷന് ഹെൽപ്പ് ചെയ്ത എല്ലാ ആൾക്കാരോടും നന്ദി പറയുന്നു. ഇത്തരം സംഘടനകളുടെ എക്സിസ്റ്റൻസിനോടും അകമഴിഞ്ഞ് കടപ്പെട്ടിരിക്കുന്നു. മറ്റൊന്നും പറയാനില്ല. നന്ദി.
അടുത്തതായി മെക്കയുടെ ദേശീയ സെക്രട്ടറി പ്രൊഫസർ അബ്ദുൽ റഷീദ് സാർ സംസാരിക്കും. മെക്കയിലെ മുൻ ആൾക്കാർ മുൻപ് ഇതിനെ സാഹിത്യം വായിച്ച ആൾക്കാരിലേക്ക് അനുമോദിക്കാൻ അവരെ ഒരു സംഘവുമായിട്ടാണ് നമ്മൾ ഒത്തുകൂടിയത്. നേരത്തെ സംസാരിച്ച നേതാക്കൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ 37 വർഷമായി ഈ സംഘടന മെക്കയുടെ മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ്റെ എല്ലാ പരിപാടികളും വൻ വിജയമാകട്ടെ. നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള അവരുടെ ആ ഒരു പ്രയത്നത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതിലെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.